ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് സോയ എഗ് റോൾ റെസിപ്പിയാണ്. നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒരു 5-6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. കുറച്ച് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം തിളച്ച വെള്ളത്തിനകത്ത് ഒരു 20 മിനിറ്റ് നേരത്തോളം കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒട്ടും വെള്ളം വരാനായിട്ട് പാടില്ല. ഒരു തുണിയിലിട്ട് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ എടുത്തതാണിത്. നല്ലവണ്ണം ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ഇല്ലാത്ത കാരണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വേണം നല്ലവണ്ണം അരച്ച് മാറ്റി വയ്ക്കാനായിട്ട്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 കപ്പോളം വരുന്നുണ്ട്. ഇനി ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ 1/2 കപ്പോളം സവാള ചേർക്കുക. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് ചേർക്കുക. ഇനി ഒരു 3/4 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി മുളക് ചതച്ചത് ഇല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടിയായാലും ചേർത്താൽ മതി. ഇനി ഏകദേശം 1 സ്പൂണോളം ഗരം മസാല പൗഡർ. ഇനി ഒരു 1/2 സ്പൂണോളം പെരുംജീരകം, പൊടിക്കാത്തതാണ്, വലിയ ജീരകം, അതും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. മല്ലിയില ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാവുന്നതാണ്. അത് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇപ്പോൾ ഒരു 3/4 കപ്പോളം ബ്രെഡ് പൊടിച്ചാണ് അതോടെ ചേർക്കുക. നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണേ, കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെയാണ്. അത് അവിടെ ഇവിടെയായിട്ടിരിക്കാതെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ പൊടിച്ചെടുത്ത സോയാബീൻസ് എത്രയുണ്ടോ അത്രയും അളവിൽ തന്നെ ബ്രെഡ് പൊടി ചേർത്തിരിക്കണം. ഇതിപ്പോൾ 1.5 കപ്പാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പോളം ബ്രെഡ് പൊടിയൂടെ ചേർക്കണം. കുറച്ച് ബ്രെഡ് പൊടിയൂടെ ചേർത്തിട്ടുണ്ട്. അതായത് രണ്ടും ഈക്വലായിട്ട് ചേർക്കണം. നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല ചപ്പാത്തിക്ക് മാവ് കുഴയുന്ന പോലെ കുഴഞ്ഞു വരും. നന്നായിട്ട് മാവ് പോലെ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്, പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. 2ആയിട്ടൊന്ന് കീറി വയ്ക്കുക. ഇനി മുട്ടയൊന്ന് ഉൾഭാഗത്താക്കിക്കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഒരുപാട് കനത്തിലാകലെ, കുറേശ്ശെയായിട്ട് എടുത്തിട്ട് നല്ലവണ്ണം കൈവച്ചൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കുക. അത് നടുവ് വെച്ചിട്ട് വേറൊരു ഉരുളയോടെ എടുത്തിട്ട് ഇതുപോലെ കനം കുറച്ച് പരത്തിയിട്ട് അതുകൂടെ ചേർത്തുകൊണ്ട് ഒന്ന് റൗണ്ടിലാക്കി എടുക്കുക. ഒരുപാട് കനവാകരുത്, അപ്പോൾ ഒരുപാട് എണ്ണ വേണ്ടി വരും. ആ എണ്ണയ്ക്കകത്ത് നല്ലവണ്ണം മുങ്ങി ഈ സോയൊക്കെ വേകാൻ വേണ്ടി ഒരുപാട് എണ്ണയുടെ ആവശ്യം വരും. അപ്പോൾ ആവശ്യത്തിന് കനം കുറച്ച് ഉരുട്ടിയെടുക്കുക. അതുപോലെ തന്നെ ഹോളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലവണ്ണം അത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നല്ലവണ്ണം ഗ്യാപ്പൊക്കെ ഒന്ന് അടച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ട എടുത്തിട്ടുണ്ട്, നല്ലവണ്ണം ഇതൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് പൊടിയോടെ എടുത്തിട്ടുണ്ട്. ഇനി സാധാരണ പോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ നല്ലവണ്ണം ഒന്ന് റോൾ ചെയ്ത് എടുത്ത് വയ്ക്കുക. ഞാൻ ആ ബ്രെഡിൻ്റെ ബ്രൗൺ ഭാഗമൊന്നും ചെത്തി കളഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ട് പൊടിച്ചത് തന്നെയാണ്. ബ്രെഡ് പൊടിയിൽ നല്ലവണ്ണം ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഒന്ന് കുടഞ്ഞ് മാറ്റി വയ്ക്കണേ, അല്ലെങ്കിൽ ആ എണ്ണയിലോട്ട് ആ പൊടിയൊക്കെ ഒന്ന് കലങ്ങും. ഇതെല്ലാം അങ്ങനെ റോൾ ചെയ്ത് വെക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഓരോന്നായിട്ട് പെറുക്കിയിടാനായിട്ട്. ഇട്ട ഉടനെ ഇട്ട് കുത്തി ഇളക്കരുത്. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അതേ ചൂടിൽ തന്നെ. അതിനുശേഷം ആ ചെറു തീയിലോട്ട് ഇട്ടിട്ട് വേണം നല്ലവണ്ണം ഒന്ന് മുരിച്ചെടുക്കാനായിട്ട്. ആ സോയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഒരുപാട് കനത്തിൽ ആ സോയ ഒന്ന് റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കേണ്ടതായിട്ട് വരും. ഇത് പാകത്തിനുള്ള അളവിലാണ് റോൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 3/4 ഭാഗത്തോളം എണ്ണയുള്ളൂ.
എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരുന്നത് നമ്മൾ മുട്ടയിൽ മുക്കി എന്ത് ഫ്രൈ ചെയ്താലും ഇതുപോലെ പതഞ്ഞ് വരാറുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് തിരിച്ചും മറിച്ചും കൊടുത്തുകൊണ്ട് നല്ല ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. ഇത്രയേ ഉള്ളൂ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറന്നുപോലെ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.